ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് കടലമാവ് ഇതുപോലെ ഒരു ആവിച്ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ? നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു ഐറ്റം തന്നെയാണ്. കുറച്ച് വെറൈറ്റിയിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഞാനിവിടെ സാധാരണ ഒരു ചോറ്റുപാത്രമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു കപ്പോളം കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കടലമാവിലേക്ക് ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ വേണം. അപ്പോൾ ഒരു വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു അരക്കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കപ്പിൽ തന്നെയാണ് എല്ലാം കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു അരക്കപ്പോളം വെള്ളവും കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. നല്ല പോലെ ഈ കടലമാവിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. കടലമാവിൽ അത്യാവശ്യം നല്ല കട്ടകളൊക്കെ ഉണ്ടാവും. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് കട്ടകളൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പം നന്നായിട്ട് ഇതുപോലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, സാധാരണ എല്ലാവരും മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഐറ്റം തന്നെയൊക്കെ ആയിരിക്കും. അതാണെങ്കിൽ എണ്ണയിലൊക്കെ വറുത്തെടുത്തൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. കുറച്ച് പണിയുള്ള കാര്യമാണ്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് എണ്ണയിലൊന്നും പൊരിക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ മിക്സാക്കി ഞാനൊന്ന് കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ആവിയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ സാധാരണ ഒരു ഇഡ്ഡലി കുട്ടകത്തിൽ വെച്ച് വേവിച്ചാലും മതി. പിന്നെ ഞാൻ ഒരു പുതിയൊരു ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച് അതിൽ തന്നെ ഇത് ചെയ്ത് നോക്കാമെന്ന് കരുതി. ഇതാണ് കേട്ടോ. അപ്പോൾ അടിയിലൊരു പാനിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ട് ഇനി ഇത് മുകളിൽ വെച്ച് നമ്മുടെ ഈ ബാറ്ററും വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ദാണ്ടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് തണുത്തിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടോ, ഇത് നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു ഒരു കത്തി വെച്ചോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ അത് ഇങ്ങനെ ഒട്ടി വരാതിരിക്കുക. അതാണ് അതിൻ്റെ പാകം. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയാണ് അതിൻ്റെ വേവ് നോക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇനി എടുത്തങ്ങ് മാറ്റാം. ഈ ഒരു സംഭവത്തിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്. നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഈ സംഭവം. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കും ഇതിനകത്ത്. അപ്പോൾ ഇതെടുത്ത് മാറ്റാം. ഇനി നമ്മളിത് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക ഇതുപോലെ. കുറച്ച് തണുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ ഇത്. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് കിട്ടൂല. നന്നായിട്ടൊന്ന് തണുത്തിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഓരോ കട്ടകളായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഈ കട്ടകളെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തണുത്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതെല്ലാം ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ടെ എല്ലാം ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ദാണ്ടെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ദാണ്ടെ ഇതുപോലെയാണൊന്ന് പൊടിച്ചെടുത്തേക്കുന്നത്. ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്. ഇതുപോലെ വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 2-3-4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന കടലമാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. നന്നായിട്ട് എണ്ണയിലിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ആ എണ്ണയിലിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. പെട്ടെന്നൊരു സ്വീറ്റ് കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ എണ്ണയൊന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മൾ സാധാരണ ഇത് ഉണ്ടാക്കുമ്പോൾ എണ്ണയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ചിലർക്ക് ശരിയാവില്ല, ചിലർക്ക് ശരിയാവും, അങ്ങനെയാണ്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാവർക്കും ശരിയാവും. നല്ല റിസൾട്ട് എല്ലാവർക്കും കിട്ടും കേട്ടോ. എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ഏലക്കയും ഒരു 2-3 ഗ്രാമ്പും കൂടെ ചതച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാമ്പും ഏലക്കയും കൂടെ ഇത് നമ്മൾ കടലമാവ് ആദ്യം മിക്സിയുടെ ജാറിലിട്ട് ചതച്ചില്ലേ, ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്ത് ഒരുമിച്ച് അങ്ങനെ നമുക്ക് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അന്നേരം ചേർക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് ചതച്ച് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ആ നെയ്യിലിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കുകയാണ്.
ഒരുപാട് നേരമൊന്നും ഇട്ട് മിക്സാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 5-6 മിനിറ്റ് മതിയാവും. ഒരു 5-6 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് ഈ പാനിൽ നിന്ന് അങ്ങ് മാറ്റാം. ഒരുപാട് വലിയ വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തോളൂ. ഇപ്പോൾ ദാണ്ട് ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വീണ്ടും അതേ പാനിലോട്ട് തന്നെ ഒരു 1/2 കപ്പിലും ഇത്തിരിയും കൂടെ കൂടുതലായിട്ട് ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ഒരു ഒറ്റനൂൽ പരുവാവുമല്ലോ, ആ ഒരു സ്റ്റേജ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ദാണ്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒറ്റനൂൽ പരുവാവുന്നത് വരെയും ഒന്ന് തിളപ്പിച്ചെടുക്കണം. ജസ്റ്റ് കൈ വെച്ച് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു നൂല് പോലെ വരണം കേട്ടോ. അത് ഞാൻ കാണിച്ചിട്ടില്ല. ഇപ്പോൾ ദാണ്ട് ഒന്നായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഐറ്റം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിപ്പം ഞാൻ ചേർത്തേക്കുന്നത് ആവശ്യത്തിനുള്ള മധുരമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കുറച്ച് ചേർക്കാം മധുരം. കുറച്ചും കൂടെ കുറച്ച് മതിയെങ്കിൽ ഇത് നമുക്ക് കറക്റ്റ് പാകത്തിനുള്ള മധുരമാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് ഈ പാനിൽ വെച്ച് തന്നെ ഒന്ന് തണുപ്പിക്കാം, അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഇത്തിരി ഒന്ന് തണുത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാണ്ട ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ആ ഷുഗർ പാനിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്നങ്ങ് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ഉരുട്ടി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എണ്ണയിലൊന്നും വറുത്തെടുക്കാത്ത നല്ല അടിപൊളി ഒരു ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ബൂന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ എണ്ണയിലൊക്കെ വറുത്തെടുത്തിട്ടല്ലേ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. അത്യാവശ്യം ഹെൽത്തി എന്ന് പറയാം. പിന്നെ മധുരം ചേർക്കുന്നുണ്ട്, അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് ഹെൽത്തി എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ ഒരെണ്ണം വെച്ച് കൊടുത്തോളൂ കേട്ടോ. ഞാനിതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ആ സംഭവം തീർന്നു എന്ന് മനസ്സിലായത്. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ലഡുവാണ്. അപ്പോൾ നിങ്ങൾ ലഡു ഉണ്ടാക്കി പരാജയപ്പെട്ടവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്, എന്തായാലും സക്സസ് ആവും കേട്ടോ. അതെ, ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.